ക്ലാസ്സിലെ കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ കുറച്ച് പ്രസ്ഥാനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. ഇന്ന് പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമത്വ സമാജം. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം സമത്വ സമാജമാണ്. സ്ഥാപിതമായ വർഷം 1836. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികള്. സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രം. തമിഴ്നാട്ടിലെ ശുചീന്ദ്രം എന്ന സ്ഥലത്താണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ സമത്വ സമാജമാണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സമത്വ സമാജമാണ്. 1836 വൈകുണ്ഠ സ്വാമികൾ തമിഴ്നാട്ടിലെ ശുചീന്ദ്രം എന്ന സ്ഥലത്താണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അടുത്തത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. സ്ഥാപിതമായ വർഷം 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശൻ. കുമാരനാശൻ SNDPയുടെ പ്രസിഡന്റായ വർഷം 1923. ഒന്നുകൂടി നോക്കാം. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആണ്. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. കുമാരനാശൻ SNDPയുടെ പ്രസിഡന്റായ വർഷം 1923. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സമിതി അല്ലെങ്കിൽ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് വാവൂട്ട് യോഗമാണ്. SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സമിതി ഏതാണ്? വാവൂട്ട് യോഗമാണ്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന ഏതാണ്? വാവൂട്ട് യോഗമാണ്. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാലാണ്. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ്. SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? വിവേകോദയം. വിവേകോദയം ആരംഭിച്ചത് 1904 മെയ് 13. വിവേകോദയം ആരംഭിച്ചത് എപ്പോഴാണ്? ആരംഭിച്ച വർഷം 1904 മെയ് 13. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. ഒന്നുകൂടി നോക്കാം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന എന്താണ്? വാവൂട്ട് യോഗം അല്ലെ? SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാലാണ് SNDP സ്ഥാപിച്ചത്. SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? വിവേകോദയം. ആരംഭിച്ചത് 1904 മെയ് 13 വിവേകോദയം ആരംഭിച്ചത്. വിവേകോദയത്തിന്റെ സ്ഥാപകനാരാണ്? കുമാരനാശാനാണ്. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ M ഗോവിന്ദനാണ് കേട്ടോ. വിവേകോദയത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? M ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാണ്? വിവേകോദയം. കുമാരനാശൻ തന്റെ ശ്രീബുദ്ധ ചരിത്രം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വിവേകോദയമാണ്. കുമാരനാശൻ തന്റെ ശ്രീബുദ്ധ ചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വിവേകോദയത്തിലാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. ഒന്നുകൂടി SNDP നോക്കാം. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. സ്ഥാപിച്ചത് 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. കുമാരനാശാൻ SNDPയുടെ പ്രസിഡന്റ് ആയത് 1923.
SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ടി യോഗം. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാലാണ്. SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആരംഭിച്ചത് 1904 മെയ് 13-നാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. കുമാരനാശൻ തന്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. അടുത്തത് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാരാണ്? അയ്യങ്കാളി. സ്ഥാപിച്ചത് എപ്പോഴാണ്? 1907-ലാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907 അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘം. 1907 അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാണ്? SNDP ആണ്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് SNDP ആണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. 1913-ലാണ് മുഖപത്രം സ്ഥാപിച്ചത്. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലിനി പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സുദർശന പ്രസിൽ നിന്നാണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരിച്ചത്. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938-ലാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ഏതാണ്? 1938-ലാണ്. സാധുജന പരിപാലന സംഘം പിന്നീട് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയിൽ സംയോജിച്ചു 1942-ല്. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് 1938-ല് പുലയ മഹാസഭ എന്നാക്കി. പിന്നീട് സാധുജന പരിപാലന സംഘം സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയിൽ സംയോജിപ്പിച്ചത് എപ്പോഴാണ്? 1942-ല്. ഒന്നുകൂടി നോക്കാം. 1907-ല് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ SNDP ആണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. 1913-ലാണ് സാധുജന പരിപാലിനി സ്ഥാപിച്ചത്. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. സാധുജന പരിപാലിനി പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരി സുദർശന പ്രസിൽ നിന്നാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ ആക്കിയത് 1938-ലാണ്. സാധുജന പരിപാലന സംഘം പിന്നീട് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയിൽ സംയോജിപ്പിച്ചു. 1942-ലാണ് സംയോജിപ്പിച്ചത്. അടുത്തത് അയ്യങ്കാളിയുടെ കർഷക സമരം. 1909-ലാണ് അയ്യങ്കാളിയുടെ കർഷക സമരം. അയിത്തജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന സമരമാണ് അയ്യങ്കാളിയുടെ 1909-ൽ നടന്ന കർഷക സമരം. അയിത്തജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന സമരമാണ് 1909-ലെ അയ്യങ്കാളിയുടെ കർഷക സമരം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യവുമായി ജന്മിമാർക്കെതിരെ നടത്തിയ സമരമാണിത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യവുമായി ജന്മിമാർക്കെതിരെ നടത്തിയ സമരമാണ് 1909-ലെ അയ്യങ്കാളിയുടെ കർഷക സമരം. അടുത്തത് നെടുമങ്ങാട് ചന്തലഹള. 1912-ലെ അയ്യങ്കാളിയാണ് നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയത്.
1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളിയും സംഘവും ചോദ്യം ചെയ്തു. ഇത് അറിയപ്പെടുന്നതാണ് നെടുമങ്ങാട് ചന്തലഹള. 1912 നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. അടുത്തത് 90-ാം ആണ്ട് ലഹള അഥവാ പുലിയ ലഹള അഥവാ ഊരുട്ടമ്പല ലഹള എന്നറിയപ്പെടുന്നുണ്ട്. 1915 90-ാം ആണ്ട് ലഹള നടന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരുട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞു. അന്ന് രാത്രി തന്നെ സ്കൂളിൽ കത്തിക്കുകയും ചെയ്തു. അതാണ് ഈ ലഹളയിലേക്ക് നയിച്ചത്. എന്താണ് 90-ാം ആണ്ട് ലഹള? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലെ കുട്ടികളെ ഊരുട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞു അല്ലെ. അന്ന് രാത്രി ഈ സ്കൂളിൽ കത്തിക്കുകയും ചെയ്തു. ഇത് ലഹളയിലോട്ട് നയിച്ചു. ഇതറിയപ്പെടുന്നതാണ് എന്താണ്? 90-ാം ആണ്ട് ലഹള, പുലിയ ലഹള, ഊരുട്ടമ്പല ലഹള എന്നാണ് ഇതറിയപ്പെടുന്നത്. അടുത്തത് കല്ലുമാല സമരം. 1915 കല്ലുമാല സമരം നടന്നത് അല്ലെ. നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. എന്താ പറയുന്നത്? പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് കാതിലും കഴുത്തിലേക്ക് ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലെ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പിന്നാക്ക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. ഇതാണ് കല്ലുമാല സമരം. 1915 കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. കൊല്ലത്തിനടുത്തുള്ള പെരിനാടായിരുന്നു പ്രധാന സമര കേന്ദ്രം. അതിനാൽ കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. കൊല്ലത്തിനടുത്തുള്ള പെരിനാടായിരുന്നു പ്രധാന സമര കേന്ദ്രം. അതിനാൽ കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. 1915 കല്ലുമാല സമരം നടന്നത്. യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1908. ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. പ്രധാന പ്രവർത്തകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. PSCയുടെ ആൻസർ പ്രകാരം യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ സ്ഥാപിതമായത് 1908. ആദ്യ സമ്മേളനം നടന്നത് ആലുവയിലാണ്. പ്രധാന പ്രവർത്തകൻ VT ഭട്ടതിരിപ്പാട്. ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? മംഗളോദയം. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. ഏതൊക്കെയാണ് 2 മാസികകള്? ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. പ്രധാന ലക്ഷ്യങ്ങൾ. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനം. 1933 പേരമംഗലം സമ്മേളനത്തിലാണ് വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത്. ഒന്നുകൂടി നോക്കാം. യോഗക്ഷേമ സഭ സ്ഥാപിതമായത് 1908. പ്രധാന പ്രവർത്തകനാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകൾ ഏതൊക്കെയാണ്? ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹം പാസാക്കിയത് പേരമംഗലം സമ്മേളനം. 1933 പേരമംഗലം സമ്മേളനത്തിലാണ് വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.